പാർലമെന്റിൽ ബി.ജെ.പി എംപിമാർക്ക് 3 ലൈൻ വിപ്പ്. 16 മുതൽ 18 വരെ എല്ലാ എംപിമാരും സഭയിൽ ഹാജരാകണമെന്നതാണ് നിർദ്ദേശം. വനിതാ സംവരണ ബിൽ, മണ്ഡല പുനർനിർണയം തുടങ്ങിയവയുടെ ഭാഗമായിട്ടാണ് നടപടി. 2029 തെരഞ്ഞെടുപ്പിൽ വനിതാ സംവരണം ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. രാജ്യത്തെ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം 816 ഉയർത്താനും നീക്കം ഉണ്ട്. ഇത് സംബന്ധിച്ചിട്ടാണ് ബി.ജെ.പി എംപിമാർക്ക് വിപ്പ് നൽകിയത്. വിവരങ്ങളുമായി നന്ദഗോപൻ ചേരുന്നു. നന്ദൻ, ഒരു ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ചില നടപടികളിലാണ് കേന്ദ്ര സർക്കാർ. അതിന്റെ ഭാഗമായിട്ടാണ് ഈ 3 ലൈൻ വിപ്പ് എന്നാണ് മനസ്സിലാക്കുന്നത്, അല്ലേ? രാഖി, നാരി ശക്തി വന്ദൻ അതിനിയമം, അതായത് വനിതാ സംവരണ ബിൽ ഈ സഭാ സമ്മേളന കാലയളവിൽ ലോക്സഭയിലും രാജ്യസഭയിലേക്കും എത്തുകയാണ്. അതുകൊണ്ട് ബി ജെ പിയുടെ മുഴുവൻ എം പിമാരും ഈ 3 ദിവസങ്ങളിലും 16, 17, 18 തീയതികളിൽ ലോക്സഭയിലും രാജ്യസഭയിലും ഉണ്ടാകണമെന്നുള്ളതാണ് BJP വിപ്പ് നൽകിക്കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രാജ്യം ചരിത്ര നിമിഷത്തിലേക്ക്, ചരിത്ര നേട്ടത്തിലേക്ക് പോകുകയാണ്. നാരി ശക്തി വന്ദൻ അധിനിയമം 33% സംവരണം ലോക്സഭയിലും അതേപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെയും 33% സ്ത്രീ സംവരണം 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ കൊണ്ടുവരുവാൻ വേണ്ടിയാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള നിയമം പാസ്സാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി 3 ദിവസം ലോക്സഭയും രാജ്യസഭയും സമ്മേളിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുഴുവൻ എം പിമാരും ഈ ചരിത്ര മുഹൂർത്തത്തിൻ്റെ ഭാഗമാകണമെന്നുള്ളതാണ് BJP വ്യക്തമാക്കുന്നത്. ഇതിനൊപ്പം തന്നെ നിലവിൽ 543 ആയിട്ടുള്ള ലോക്സഭാ സീറ്റുകളുടെ എണ്ണം 816 വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയുള്ള നീക്കങ്ങളിലേക്കും ഒരുപക്ഷെ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഒരുപക്ഷെ സഭയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അറിയുന്നത്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് കൃത്യമായി എം പിമാരെല്ലാ ചർച്ചകളിലും പങ്കെടുക്കണമെന്നുള്ള അത്തരം നിർദ്ദേശവും BJPയുടെ ഭാഗത്തുനിന്നുണ്ട്. അതായത് പുതിയ കണക്ക് പ്രകാരം 816 മണ്ഡലങ്ങളിലേക്ക് എത്തുമ്പോൾ അതിൽ 273 സീറ്റുകൾ വനിതാ സംവരണ സീറ്റായി മാറുന്നു എന്നുള്ളതാണ്. അതായത് 2046 ഭാരതം പൂർണ്ണമായും അതിൻ്റെ സ്വത്വത്തിലേക്ക് എത്തുന്ന, അല്ലെങ്കിൽ അതിൻ്റെ പൂർണ്ണ ലക്ഷ്യത്തിലേക്ക് എത്തുന്ന ആ മുഹൂർത്തത്തിൽ അതുമായി ബന്ധപ്പെട്ട് അതിലേക്കുള്ള ജൈത്രയാത്ര പൂർണ്ണമാകണമെങ്കിൽ നാരീ ശക്തി അല്ലെങ്കിൽ സ്ത്രീ ശാക്തീകരണം അനിവാര്യമാണ് എന്നുള്ളതാണ് സർക്കാർ കണക്ക് കൂട്ടുന്നത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി തന്നെ പ്രത്യേക സന്ദേശത്തിൽ കാര്യങ്ങൾ വ്യക്തമാക്കുകയുണ്ടായി. ഈ 2047 എന്നുള്ള ലക്ഷ്യം കൈവരിക്കണമെങ്കിൽ പൂർണ്ണമായും നാരീ ശക്തി, സ്ത്രീ ശാക്തീകരണം അനിവാര്യമാണ്. അത് പത്രമാധ്യമങ്ങളിലൂടെ അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം എതിർ അഭിപ്രായങ്ങൾ ഉയർത്തുന്നുണ്ട്. പ്രതിപക്ഷത്തെ കൂടി മുഖവിലേക്ക് എടുത്തുകൊണ്ട് വേണം ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിലേക്ക് കടക്കാനെന്നാണ് ഇന്നിപ്പോൾ മല്ലികാർജ്ജുന ഖാർഗെ പ്രധാനമന്ത്രിക്ക് നൽകിയ കത്തിൽ വ്യക്തമാക്കുന്നത്. വനിതാ സംവരണ ബില്ലുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് തന്നെയാണ് എന്നതിന്റെ സൂചനകൾ കൂടിയാണ് ഈ 3 ലൈൻ വിപ്പ് എന്നുള്ളതാണ്. നന്ദഗോപനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. നമുക്ക് കൂടുതൽ